എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളിൽ തന്നെ കുറച്ചൊക്കെ നിക്ഷേപിക്കുകയാണെന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് നിങ്ങളുടെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുക, ശരീരം ആരോഗ്യത്തോടെ വയ്ക്കുക, മനസ്സിനെ ശാന്തവും ഫോക്കസ്ഡുമാക്കി നിലനിർത്തുക. ഇതാണ് ഒരിക്കലും മാർക്കറ്റ് ക്രാഷ് ആവാത്ത, ഒരിക്കലും സീറോ ആവാത്ത, എപ്പോഴും നിങ്ങളെ വളരാൻ സഹായിക്കുന്ന യഥാർത്ഥ ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർസെൽഫ് എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ്. ഇത് വലിയ ഫിലോസഫികളൊന്നും പറയുന്നില്ല. പകരം നിങ്ങളുടെ സമയം, എനർജി, ഡെയിലി ഹാബിറ്റ്സ് എന്നിവ മികച്ച രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ പടിപടിയായി അപ്ഗ്രേഡ് ചെയ്യാമെന്നതിന്റെ പ്രാക്ടിക്കൽ വഴികളാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും ലാഭകരമായ കാര്യം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ മനസ്സ്, ശരീരം, മൈൻഡ്സെറ്റ് എന്നിവയിൽ ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ നിങ്ങളെ തന്നെ ഒരു പവർഫുൾ വേർഷനാക്കി മാറ്റാമെന്ന് നമ്മൾ നോക്കും. ഇതൊരു വെറും വീഡിയോ മാത്രമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം സെൽഫ് ഗ്രോത്തിന്റെയും വലിയ ട്രാൻസ്ഫോർമേഷന്റെയും ഇന്നത്തെ ഈ കഥ. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചാപ്റ്റർ 1, യു ആർ ദി ഗ്രേറ്റസ്റ്റ് അസറ്റ്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ജോലി, ബന്ധങ്ങൾ, പണം, ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ എന്നിവയിലെല്ലാം വല്ലാതെ കുടുങ്ങിപ്പോകും. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ മറക്കുന്നു, നമ്മളെ തന്നെ. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ എല്ലാ ലക്ഷറിയുമുണ്ട്: കാർ, ബംഗ്ലാവ്, പണം, സ്റ്റാറ്റസ്. പക്ഷേ ഉള്ളിൻ്റെയുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പ്രധാനമായിരിക്കുമോ? ഇതെല്ലാം നിങ്ങൾക്ക് സമാധാനം നൽകുമോ? ഇല്ലല്ലോ. കാരണം ഒരു മനുഷ്യൻ സ്വയം മനസ്സിലാക്കുകയും തന്നിൽ തന്നെ വിശ്വസിക്കാൻ പഠിക്കുകയും തന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിജയം വരുന്നത്. പക്ഷേ സങ്കടകരമായ കാര്യമെന്താണെന്നാൽ, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലി നേടുക, പണം സമ്പാദിക്കുക എന്ന് മാത്രമാണ് ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്വയം മെച്ചപ്പെടുത്തേണ്ടതും, സ്വന്തം വാല്യൂ വർദ്ധിപ്പിക്കേണ്ടതും, സ്വയം പ്രയോറിറ്റി നൽകേണ്ടതും എത്രത്തോളം പ്രധാനമാണെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും വേണ്ടി എപ്പോഴും ഓടി നടന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. മറ്റുള്ളവർ സന്തോഷിച്ചാൽ തനിക്കും സമാധാനം ലഭിക്കുമെന്നവൻ കരുതി. പക്ഷേ ഉള്ളിൻ്റെയുള്ളിൽ അവൻ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പതുക്കെ അവന്റെ എനർജി തീർന്നു, മോട്ടിവേഷൻ ഇല്ലാതായി. ഏറ്റവും ഭയാനകമായ കാര്യം, അവനിൽ തന്നെ വിശ്വാസമില്ലാതായി. അപ്പോഴാണ് ഒരു ദിവസം അവൻ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചത്: ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നു, എന്നാൽ എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്നാണ് അവന്റെ ജീവിതം മുഴുവൻ മാറിയത്. അവൻ വലിയ കോഴ്സുകൾക്കൊന്നും പോയില്ല, വില കൂടിയ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തില്ല. അവനെടുത്ത ആദ്യത്തെ പടി അവനുവേണ്ടി സമയം കണ്ടെത്തുക എന്നതായിരുന്നു. രാവിലെ 10 മിനിറ്റ് തനിച്ചിരിക്കുക, സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കുക, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മറ്റാരുടെയുമല്ല, തന്റേത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അവൻ ദിവസവും 15 മിനിറ്റ് വായിച്ചു, ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തു, സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമായി അവനവന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പതുക്കെ അവനിലൊരു ക്ലാരിറ്റി വന്നു. ഒരു മനുഷ്യൻ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ലോകവും അവനെ മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ ശമ്പളത്തെ, ബോസിന്റെ അംഗീകാരത്തെ, സുഹൃത്തുക്കളുടെ പ്രശംസയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ തന്നെയാണ് ഒരു വലിയ ലോകമെന്ന്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനേക്കാളും വാല്യൂ ഉള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദിവസവും വെറും 30 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെച്ചാൽ, 10 മിനിറ്റ് മനസ്സിന്, 10 മിനിറ്റ് ശരീരത്തിന്, 10 മിനിറ്റ് ആത്മാവിന്, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എത്രമാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു ഫാന്റസിയല്ല, പലരും അവഗണിക്കുന്ന ഒരു സത്യമാണ്. പലിശ കിട്ടാൻ നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു. എന്നാൽ ഓരോ ദിവസവും പഠനവും സെൽഫ് അവെയർനെസ്സും നിങ്ങൾ നിങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ ഏതൊരു ബാങ്കിനേക്കാളും വലുതായിരിക്കും. പലരും പറയാറുണ്ട്, എനിക്ക് സമയമില്ല എന്ന്. എന്നാൽ സത്യം എന്താണെന്നാൽ നമുക്ക് പ്രയോറിറ്റിയുടെ കുറവാണ്, ക്ലാരിറ്റിയുടെ കുറവാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പ്രയോറിറ്റി ആക്കിയില്ലെങ്കിൽ ലോകവും നിങ്ങളെ പിന്നിലാക്കും. ഓരോ തവണ നിങ്ങൾ നിങ്ങളെ അവഗണിക്കുമ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് നിങ്ങൾക്ക് കുറച്ചായി നഷ്ടപ്പെടുന്നത്. ഓരോ തവണ നിങ്ങൾക്കായി ഒരു ചെറിയ ചുവട് വയ്ക്കുമ്പോഴും അത് ഭാവിയിൽ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടോ പ്രോപ്പർട്ടിയോ സ്വർണമോ അല്ല. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായ നിങ്ങളെ തന്നെ സീരിയസായി എടുക്കാൻ തുടങ്ങാനുള്ള സമയമാണിത്. തുടക്കം ചെറുതായിരിക്കാം, പക്ഷേ അതിന്റെ ഇമ്പാക്റ്റ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. കാരണം അവസാനം ഒരൊറ്റ സത്യമേയുള്ളൂ: നിങ്ങൾ വളരുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം വളരും. ഇനി നിങ്ങളിൽ എത്രത്തോളം എന്നു മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ചാപ്റ്റർ 2, ടൈം ഈസ് യുവർ റിയൽ കറൻസി. ഈ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനും ഏറ്റവും ദരിദ്രനായ മനുഷ്യനും ഒരേപോലെ ലഭിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതാണ് സമയം. എല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. 1 മിനിറ്റ് കൂടുതലുമില്ല, 1 സെക്കൻഡ് കുറവുമില്ല. എന്നാൽ ആരാണ് ആ സമയം വെറുതെ ചിലവാക്കുന്നത്?
ആരാണ് അത് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിലാണ് വ്യത്യാസം തുടങ്ങുന്നത്. പണം സമ്പാദിക്കുകയാണ് പ്രധാനം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു. അതുകൊണ്ടുതന്നെ നമുക്കിഷ്ടമല്ലാത്ത വെറും ബില്ലുകൾ അടക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം മുഴുവൻ മാറ്റിവെക്കുന്നു. ആ പ്രോസസ്സിൽ നമ്മുടെ യഥാർത്ഥ കറൻസിയായ സമയം പതുക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആരെങ്കിലും നിങ്ങൾക്ക് 1000 രൂപ തന്നിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും ചിലവാക്കിക്കോളാൻ പറഞ്ഞാൽ നിങ്ങളത് ചിന്തിക്കാതെ വെറുതെ വലിച്ചെറിയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട മണിക്കൂറുകൾ ഫോണിൽ സ്ക്രോൾ ചെയ്യാനും ഗോസിപ്പുകൾ പറയാനും ഓവർ തിങ്കിങ്ങിനും മടിക്കും വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്? ഇവയൊന്നും ഒരിക്കലും അവസാനിക്കാത്തതുപോലെ സമയം ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. കാരണം അതൊരിക്കൽ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചുവരില്ല. പണം വീണ്ടും സമ്പാദിക്കാം, ബന്ധങ്ങൾ വീണ്ടും ഉണ്ടാക്കാം. എന്നാൽ സമയം ഒരിക്കൽ പോയാൽ പോയത് തന്നെയാണ്. നാളെ മുതൽ പഠിച്ചു തുടങ്ങും, നാളെ മുതൽ മോർണിംഗ് വാക്കിന് പോകും, നാളെ മുതൽ മെഡിറ്റേഷൻ ചെയ്യും എന്ന് ദിവസവും ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. പക്ഷേ ആ നാളെ ഒരിക്കലും വന്നില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ തന്റെ സ്വപ്നങ്ങളിൽ നിന്ന് ഇതിനകം 5 വർഷം പിന്നിലായിരുന്നു. സമയത്തിന്റെ വില നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചുപോയി. നമുക്ക് ഒരുപാട് സമയമുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ സമയം നിശബ്ദമായി നമ്മളെ പിന്നിലാക്കി മുന്നോട്ടു പോവുകയാണ് എന്നതാണ് സത്യം. നമ്മൾ ചിന്തിക്കും, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന്. തന്റെ സമയമാണ് തന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വേഗത്തിൽ മനസ്സിലാക്കുന്നവനാണ് ജീവിതത്തിലെല്ലാം നേടിയെടുക്കുന്നത്. സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസി ആയിരിക്കുക എന്നല്ല അർത്ഥം. ശരിയായ ദിശയിൽ ശരിയായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയം നൽകുക എന്നാണ് ഇതിനർത്ഥം. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും 30 മിനിറ്റ് ഒരു പുതിയ സ്കിൽ പഠിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾ 180 മണിക്കൂർ ആ സ്കില്ലിൽ എക്സ്പേർട്ടായി മാറിയിട്ടുണ്ടാകും. ദിവസവും 15 മിനിറ്റ് വായിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 10ഓളം പുസ്തകങ്ങൾ വായിച്ചു തീർക്കാം. നിങ്ങളുടെ ചിന്താഗതിയിൽ എന്ത് മാറ്റം വരുമെന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരും തിരക്കിലാണെന്നത് സത്യമാണ്. പക്ഷേ ചിലർ തങ്ങളുടെ സമയത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നു, ചിലർ വെറും എക്സ്ക്യൂസുകൾ മാത്രം പറയുന്നു. എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും തങ്ങൾക്ക് യാതൊരു റിട്ടേണും കിട്ടാത്ത ഇടങ്ങളിലാണ് സമയം ചിലവഴിക്കുന്നത്. ഉദാഹരണത്തിന് സ്ക്രോളിംഗ്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. ഇപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ ചിലവാക്കുകയാണോ അതോ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുകയാണോ? സമയം നിങ്ങളുടെ ഏറ്റവും വലിയ സൈലന്റ് ബിസിനസ് പാർട്ട്ണറാണ്. നിങ്ങൾ അതിനോടൊപ്പം ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ അത് നിങ്ങളെ സൈലന്റായി വളർത്തും. നിങ്ങൾ അതിനെ അവഗണിച്ചാൽ അത് നിങ്ങളെ സൈലന്റായി പിന്നിലാക്കും. ഞാൻ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. പക്ഷേ സന്തോഷവാർത്ത എന്തെന്നാൽ നിങ്ങൾക്ക് ഇന്നും തുടങ്ങാം. നാളേക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. ദിവസത്തിലെ കുറച്ച് മിനിറ്റുകൾ നിങ്ങൾക്കായി മാത്രം നൽകുക. അത് ആരോഗ്യത്തിനായാലും അറിവിനായാലും ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പായാലും. ദിവസവും നനച്ചാൽ ഒരു ദിവസം വലിയ മരമായി മാറുന്ന വിത്താണ് സമയം. നിങ്ങളത് അവഗണിച്ചാൽ അത് ഉണങ്ങിപ്പോകും. നിങ്ങൾ വെറും കൈയോടെ നിൽക്കേണ്ടി വരും. ഇന്നു മുതൽ നിങ്ങൾ ദിവസവും 1 മണിക്കൂർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വർഷത്തിൽ നിങ്ങൾക്ക് 365 മണിക്കൂർ ലഭിക്കും. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ഭാഷ പഠിക്കാം, ഓൺലൈൻ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് പൂർണ്ണമായും മാറ്റാം. എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. പണം ചിലവാക്കി നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം, എന്നാൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് പതറുമ്പോഴോ കുറച്ച് വിശ്രമിക്കാമെന്ന് തോന്നുമ്പോഴോ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: ഈ നിമിഷം ഞാൻ എന്റെ സമയം ശരിയായിട്ടാണോ ഉപയോഗിക്കുന്നത്? കാരണം ഓർക്കുക, സമയമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തും സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ സമയം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങുക. ചാപ്റ്റർ 3: അപ്ഗ്രേഡ് യുവർ മൈൻഡ് ഡെയിലി. നിങ്ങളുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്നാൽ ഈ കമ്പ്യൂട്ടറിന് പരിധികളില്ല. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ, എത്രത്തോളം പുതിയ അറിവുകൾ നൽകുന്നുവോ, അത്രത്തോളം ഇത് പവർഫുള്ളായി മാറും. എന്നാൽ നിങ്ങൾ ഇത് വെറുതെ വിട്ടാൽ ഇത് പതുക്കെ മങ്ങാൻ തുടങ്ങും. പഴയ പാറ്റേണുകളിൽ കുടുങ്ങിക്കിടക്കും. ഒരു ദിവസം നിങ്ങളെ തന്നെ പിന്നോട്ട് വലിക്കാനും തുടങ്ങും. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ പഴയതായാൽ, സ്ലോ ആയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യും, റീസെറ്റ് ചെയ്യും, പുതിയ വേർഷൻ കൊണ്ടുവരും. പക്ഷേ സ്വന്തം മനസ്സിനെ നമ്മൾ വർഷങ്ങളോളം അങ്ങനെ തന്നെ വിടുന്നു. അതേ ചിന്തകൾ, അതേ സംശയങ്ങൾ, അതേ ഭയങ്ങൾ, അതേ എക്സ്ക്യൂസുകൾ. എന്നിട്ട് ജീവിതം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സത്യം എന്താണെന്നാൽ മൈൻഡ് സെറ്റ് മാറാതെ ജീവിതം മാറില്ല. പലരും ദിവസവും ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കുന്നു, പക്ഷെ സ്വന്തം മനസ്സിന് അവർ ഒരിക്കലും ഒരു വർക്കൗട്ട് നൽകുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കില്ല, മെന്റൽ ക്ലാരിറ്റിയാണ് അവിടെ ഉപകാരപ്പെടുക. കാരണം ലോകത്തെ കീഴടക്കുന്നതിന് മുൻപ് സ്വന്തം മനസ്സിനെ കീഴടക്കേണ്ടതുണ്ട്. സ്വന്തം ജോലി മടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ ദിവസവും അതേ ജോലി, അതേ ദിനചര്യ, ഒരു ഗ്രോത്തുമില്ല. പക്ഷേ അവനൊരിക്കലും അതിൽ നിന്ന് പുറത്തുവരാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു:
എനിക്കിതിനേക്കാൾ നന്നായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഒരിക്കലും തന്റെ മനസ്സിനെ അപ്ഗ്രേഡ് ചെയ്തില്ല. ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം മാറ്റുന്നതെന്ന് അവൻ ഒരിക്കലും വായിച്ചില്ല. ഹാബിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നോ കോൺഫിഡൻസ് എങ്ങനെയാണ് വളരുന്നതെന്നോ അവൻ മനസ്സിലാക്കിയില്ല. അവൻ ദിവസവും വെറും 15 മിനിറ്റ് സെൽഫ് ഡെവലപ്മെന്റിനായി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ, ഒരു നല്ല പുസ്തകം വായിക്കുകയോ പോഡ്കാസ്റ്റ് കേൾക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവന്റെ ചിന്താരീതി അങ്ങനെ തന്നെ തുടരുമായിരുന്നോ? ഇല്ല. ഒരുപക്ഷെ ഇന്ന് അവൻ പുതിയൊരു സ്ഥലത്ത്, പുതിയൊരു ജീവിതത്തിലായിരുന്നേനെ. നമ്മുടെ മനസ്സിന് ദിവസവും പുതിയൊരു ഇന്ധനം ആവശ്യമാണ്. ആ ഇന്ധനമാണ് അറിവ്. ദിവസവും കുറച്ചൊക്കെ വായിക്കുക, പഠിക്കുക, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരിക. ഇത് നമ്മുടെ ചിന്തകളെ കൂടുതൽ മൂർച്ചയുള്ളതും വിശാലവുമാക്കുന്നു. അറിവിൽ നിന്നാണ് പവർ ഉണ്ടാകുന്നത്. എന്നാൽ അതിനേക്കാളും പ്രധാനമാണ് അവെയർനെസ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്നും എന്തിനാണ് ചിന്തിക്കുന്നതെന്നും മനസ്സിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനാകും. അപ്പോൾ മാത്രമേ താരതമ്യങ്ങളിൽ നിന്നും, അസൂയയിൽ നിന്നും, സംശയങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിയൂ. എനിക്ക് വായിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് സമയമില്ല എന്ന് പലരും പറയും. എന്നാൽ ഇതേ ആളുകൾ മണിക്കൂറുകളോളം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യും, സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും, വേണ്ടാത്ത കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപൃതമാക്കും. സത്യത്തിൽ പ്രശ്നം താൽപ്പര്യത്തിന്റെ അല്ല, പ്രയോറിറ്റിയുടേതാണ്. നിങ്ങളുടെ ജീവിതം ശരിക്കും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പുതുക്കേണ്ടതുണ്ട്. പുതിയ ആശയങ്ങൾ, പുതിയ വെല്ലുവിളികൾ, ഏറ്റവും പ്രധാനമായി പുതിയ വിശ്വാസങ്ങൾ എന്നിവ ഉപയോഗിച്ച് മനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്? എനിക്കെന്താണ് വേണ്ടത്? എന്നിലെ പോരായ്മ എന്താണ്? ഇന്നെനിക്ക് എന്നെ തന്നെ എങ്ങനെ കുറച്ചുകൂടി മികച്ചതാക്കാം? ദിവസവും നിങ്ങൾ നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് പുറത്തുവരും. അത് ഉണരും, ചിന്തിക്കും, വളരും. നിങ്ങളുടെ ചിന്താരീതിയാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നത്. തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിയെയും. അതുകൊണ്ട് ദിവസവും അല്പം സമയം കണ്ടെത്തി മനസ്സിനെ വികസിപ്പിക്കുക. ചെറിയ പുസ്തകങ്ങൾ വായിക്കുക, ഇൻസ്പയറിംഗ് ആയ വീഡിയോകൾ കാണുക. ബുദ്ധിമുട്ടുകളോട് പടപൊരുതി വലിയ കാര്യങ്ങൾ നേടിയ ആളുകളുടെ ജീവിതം പഠിക്കുക. കാരണം മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ നിങ്ങളുടെ ചിന്തകളും താനേ വലുതാകും. ദിവസവും മനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഭാവിയെ മികച്ചതാക്കുക എന്നാണ് അർത്ഥം. ഓരോ പുതിയ ചിന്തയും, ഓരോ പുതിയ ആശയവും, ഓരോ പുതിയ അറിവും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്കുള്ള ഒരു പുതിയ കാൽവെപ്പാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിനെ വിശക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുക. അതിന് ദിവസവും പുതിയതും മൂല്യവത്തായതുമായ എന്തെങ്കിലും ലഭിച്ചിരിക്കണം. മനസ്സ് വളരുകയാണെങ്കിൽ ലോകം നിങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നാൻ തുടങ്ങും. അവസരങ്ങൾ കാണാൻ തുടങ്ങും, സാധ്യതകൾ കാണാൻ തുടങ്ങും. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ നിങ്ങളെത്തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യൻ തന്നിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവന് എന്തും നേടിയെടുക്കാൻ കഴിയും. അതിനാൽ ഇന്നുതന്നെ, ഈ നിമിഷം തന്നെ, എല്ലാ ദിവസവും സ്വന്തം മനസ്സിനെ കുറച്ചുകൂടി മികച്ചതാക്കുമെന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യുക. കാരണം അ പവർഫുൾ മൈൻഡ് ക്രിയേറ്റ്സ് അ പവർഫുൾ ലൈഫ്. ചാപ്റ്റർ 4. പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് യുവർ ഹെൽത്ത്. മനുഷ്യൻ ഒരു കാര്യമില്ലാത്ത കാലത്തോളം മറ്റൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതാണ് ആരോഗ്യം. അതിശയകരമായ കാര്യമെന്തെന്നാൽ ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും ഇതിനെത്തന്നെയാണ്. നമ്മൾ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നു, പണത്തിന് പിന്നാലെ ഓടുന്നു, സ്റ്റാറ്റസിനും അംഗീകാരത്തിനും പിന്നാലെ ഓടുന്നു. എന്നാൽ ഇവയെല്ലാം ആസ്വദിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ആ ഒന്നിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ചിലപ്പോൾ ജീവിതം വളരെ അൺഫെയറായി തോന്നും. വളരെ കഴിവുള്ള ഒരാൾ, അവന്റെ ശരീരവും മനസ്സും അവനെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് മാത്രം പിന്നിലായി പോകുന്നത് കാണുമ്പോൾ അവനെപ്പോഴും തലവേദനയായിരിക്കും, ദഹനം ശരിയായിരിക്കില്ല, എനർജി ലെവൽ വളരെ കുറവായിരിക്കും. തനിക്ക് ഭാഗ്യമില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ സത്യമെന്തെന്നാൽ സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ അവൻ തന്നെയാണ് തന്റെ ഭാഗ്യം ഇല്ലാതാക്കിയത്. ആരോഗ്യമെന്നത് ഒരു ലക്ഷറിയല്ല, അത് ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ശക്തമായ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അടിസ്ഥാനം ശക്തമാക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റും നിങ്ങളുടെ ഡെയിലി എനർജിയുമാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ, ശരീരം തളർന്നിരിക്കുമ്പോൾ, ഉള്ളിലെപ്പോഴും ഒരു വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയുമോ? ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യാൻ കഴിയുമോ? കോൺഫിഡന്റായി നിൽക്കാൻ കഴിയുമോ? ഉത്തരം ഇല്ല എന്നാണ്. കാരണം ശരീരവും മനസ്സും തളരുമ്പോൾ ആത്മാവും പതുക്കെ തളരാൻ തുടങ്ങും. രാവും പകലും ജോലി ചെയ്യുന്ന ഒരു യുവാവുണ്ടായിരുന്നു. രാവിലെ ഓഫീസ്, വൈകുന്നേരം ഫ്രീലാൻസിംഗ്, വീക്കെൻഡിൽ മറ്റ് ജോലികൾ. എന്നാൽ പതുക്കെ അവന് ഉറക്കം കിട്ടാതായി, ഭക്ഷണം ദഹിക്കാതായി, എപ്പോഴും ഒരുതരം ദേഷ്യവും അസ്വസ്ഥതയും. അവൻ പണ്ട് ചെയ്തിരുന്നതുപോലെ ഇപ്പോൾ അവന് ജോലി ചെയ്യാൻ കഴിയാതെയായി. അങ്ങനെ ഒരു ദിവസം അവൻ കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ടി വന്നു. ഡോക്ടർ അവനോടൊരു കാര്യം പറഞ്ഞു: നീ നിന്റെ സിസ്റ്റത്തെ അമിതമായി പുഷ് ചെയ്തു, ഇപ്പോൾ അത് റീസെറ്റ് ആവശ്യപ്പെടുകയാണ്. ആരോഗ്യം നന്നായി സൂക്ഷിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മൾ ജിമ്മിൽ 2 മണിക്കൂർ ചിലവഴിക്കണോ? അതോ വില കൂടിയ സപ്ലിമെന്റുകൾ കഴിക്കണോ? വേണ്ട. യഥാർത്ഥ ആരോഗ്യം തുടങ്ങുന്നത് ചെറിയ ബോധപൂർവമായ പ്രവൃത്തികളിൽ നിന്നാണ്.
രാവിലെയുള്ള 10 മിനിറ്റ് നടത്തം, 8 മണിക്കൂർ ഉറക്കം, വീട്ടിലുണ്ടാക്കുന്ന ലളിതമായ ഭക്ഷണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇതാണ് യഥാർത്ഥ ലക്ഷറി. അതിലെല്ലാം ഉപരി പീസ് ഓഫ് മൈൻഡ്. മെന്റൽ ഹെൽത്ത് എന്നത് വേറൊരു കാര്യമല്ല. നിങ്ങൾ എപ്പോഴും സ്ട്രെസ്സിലും ഉത്കണ്ഠയിലും ജീവിക്കുകയാണെങ്കിൽ, മനസ്സിനെ ഓവർതിങ്ക് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ, അതും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ നശിപ്പിക്കും. ശാരീരികമായ വേദന പോലെ തന്നെ യാഥാർത്ഥ്യമാണ് വൈകാരികമായ വേദനയും. അത് പരിഹരിച്ചില്ലെങ്കിൽ അത് പതുക്കെ ശരീരത്തിൽ അസുഖമായി മാറും. അതുകൊണ്ട് സെൽഫ് കെയർ എന്നത് വെറും മുഖം കഴുകുന്നതിലോ സ്പായിൽ പോകുന്നതിലോ മാത്രം ഒതുങ്ങുന്നില്ല. സെൽഫ് കെയർ എന്നാൽ നിങ്ങൾക്കായി സമയം കണ്ടെത്തുക, നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. വളരെ ലളിതമായ ഒരു ദിനചര്യയ്ക്ക് പോലും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സ്ട്രെച്ചിങ്, കുറച്ച് വെള്ളം കുടിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ 5 മിനിറ്റ് ശാന്തമായി ഇരുന്ന് ശ്വാസഗതിയെ ശ്രദ്ധിക്കുക, ഒപ്പം ദിവസവും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. തുടക്കത്തിൽ ഇത്രയും മതി. ജീവിതമെല്ലാം ശരിയാകുമ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ സത്യമിതാണ്, നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം ശരിയാകുന്നത്. കാരണം ശരീരം ശക്തമായിരിക്കുമ്പോൾ, മനസ്സ് ഫ്രഷ് ആയിരിക്കുമ്പോൾ, വികാരങ്ങൾ സ്റ്റേബിൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളും ശരിയായിരിക്കും. നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റായി കാണപ്പെടും, കൂടുതൽ എനർജി ഉണ്ടാകും. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളുമായി കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ആ കണക്ഷനാണ് നിങ്ങളെ ലോകത്തിലെ തിരക്കുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ദീർഘകാലം ഫിറ്റായി ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരാൻ കഴിയൂ. കുറുക്കുവഴികളിലൂടെ നിങ്ങൾക്ക് ബേൺഔട്ട് മാത്രമേ ലഭിക്കൂ, ലോങ് ടേം പ്രോഗ്രസ് ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അത്രയും തന്നെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വികാരങ്ങൾക്കും നൽകുമെന്ന്. കാരണം ശരീരം തന്നെ കൂടെയില്ലെങ്കിൽ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ ആരോഗ്യത്തെ സീരിയസായി എടുക്കേണ്ട സമയമായിരിക്കുന്നു. വെറും പുറമോടിക്ക് വേണ്ടിയോ ഇൻസ്റ്റാഗ്രാമിലെ ചിത്രങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം പൂർണ്ണ എനർജിയോടും ക്ലാരിറ്റിയോടും അവയർനെസ്സോടും കൂടി ജീവിക്കാൻ വേണ്ടി. കാരണം അവസാനം, എ ഹെൽത്തി യു ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർഷൻ ഓഫ് യു. ചാപ്റ്റർ 5, നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർത്ത്. വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ ചിലർ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് എങ്ങനെയാണ് നല്ല അവസരങ്ങൾ ലഭിക്കുന്നത്? ആളുകൾ അവരെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്: നെറ്റ്വർക്ക്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങളെ ഒന്നുകിൽ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്നത്. ഒരു നല്ല സുഹൃത്ത്, വിവരമുള്ള ഒരു മെന്റർ, ഇൻസ്പയർ ചെയ്യുന്നൊരു സഹപ്രവർത്തകൻ, ഇവർക്കെല്ലാം നിങ്ങളുടെ മനസ്സിന് പുതിയൊരു ദിശ നൽകാൻ കഴിയും. മറിച്ച് നിങ്ങളുടെ ചുറ്റും നെഗറ്റീവായ, എപ്പോഴും പരാതി പറയുന്ന അസൂയയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വളർച്ച പതുക്കെ പതുക്കെ നിൽക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പോലും അറിയാതെ. ചിന്തിച്ചു നോക്കൂ, ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, ഗോളുകൾ സെറ്റ് ചെയ്യുന്ന, ആരോഗ്യത്തിലും മൈൻഡ്സെറ്റിലും ശ്രദ്ധിക്കുന്ന ആളുകൾക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെപ്പോലെയാകില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളുകളെപ്പോലെ നമ്മൾ സബ്കോൺഷ്യസായി മാറുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യും, അറിവ് നേടും, കഷ്ടപ്പെടും, വിജയിക്കുമെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു: നീ ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷെ നീ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്ന വഴികൾ എപ്പോഴും വളരെ നീളമുള്ളതായിരിക്കും. ശരിയായ ആളുകളുമായി കണക്ട് ചെയ്യേണ്ടതും അവരിൽ നിന്ന് പഠിക്കേണ്ടതും ഒരു സപ്പോർട്ടീവ് സർക്കിൾ ഉണ്ടാക്കേണ്ടതും എത്രത്തോളം പ്രധാനമാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് എത്ര സ്കിൽസ് ഉണ്ടെങ്കിലും എത്ര ടാലന്റ് ഉണ്ടെങ്കിലും ശരിയായ സമയത്ത് ശരിയായ മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോവും. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വെറും കോൺടാക്റ്റുകളോ ലിങ്ക്ഡിൻ കണക്ഷനുകളോ അല്ല. നെറ്റ്വർക്ക് എന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് ശരിയായ ഫീഡ്ബാക്ക് നൽകുന്ന, നിങ്ങൾ തോൽവി സമ്മതിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആളുകളാണ്. വളരെ സിമ്പിളായ ഒരു റൂളുണ്ട്: ഒരു മുറിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആ മുറി മാറ്റേണ്ടതുണ്ട്. നിങ്ങളെക്കാൾ മികച്ച ആളുകളുടെ ഇടയിലായിരിക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. അവർ നിങ്ങളെ പുഷ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, ചിലപ്പോൾ ചലഞ്ച് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നത് ഒരു ലക്ഷറിയല്ല, അതൊരു ബോധപൂർവമായ ഹാബിറ്റാണ്. നിങ്ങൾ ഇൻട്രോവേർട്ടായാലും എക്സ്ട്രോവേർട്ടായാലും നിങ്ങൾ സത്യസന്ധതയോടെ സംസാരിക്കുകയും മറ്റുള്ളവരെ കേൾക്കുകയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ ആളുകൾ സ്വാഭാവികമായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. എന്നാൽ വെറുതെ സ്ക്രോൾ ചെയ്തതുകൊണ്ട് കണക്ഷനുകൾ ഉണ്ടാകില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് സംഭാഷണങ്ങൾ തുടങ്ങണം. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ആളുകളെ സഹായിക്കണം. അപ്പോഴാണ് ആ കണക്ഷനുകൾ സ്ട്രോങ് ആവുന്നത്. ചിലപ്പോൾ ഒരു നല്ല സംസാരത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ അടുത്ത അവസരം ഒരുപക്ഷെ ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കാം. നിങ്ങളുടെ അടുത്ത ഇൻസ്പിരേഷൻ കോഫി ഷോപ്പിലിരിക്കുന്ന അപരിചിതനായ ഒരാളിൽ നിന്നായിരിക്കാം. നിങ്ങളുടെ അടുത്ത വലിയ ബ്രേക്ക് ത്രൂ ഒരു ചെറിയ സംസാരത്തിൽ നിന്ന് തുടങ്ങാം. അതുകൊണ്ട് ആളുകൾക്ക് വാല്യൂ നൽകാൻ പഠിക്കുക. അവരുമായി ആത്മാർത്ഥമായി കണക്ട് ചെയ്യുക.
ഏറ്റവും പ്രധാനമായി മറ്റൊരാളുടെ നെറ്റ്വർക്കിന് വാല്യൂ ഉള്ള ഒരാളായി നിങ്ങൾ സ്വയം മാറുകയും ചെയ്യുക. കാരണം ലോകത്ത് എല്ലാം തുടങ്ങുന്നത് ഒരു കണക്ഷനിൽ നിന്നാണ്. നിങ്ങൾ ഐസൊലേഷനിൽ ജീവിക്കില്ല എന്ന് ഇന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കാൻ മാത്രമല്ല, നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ പിടിച്ചുയർത്താൻ കൂടി കഴിയുന്ന ഒരു സർക്കിൾ നിങ്ങൾ ഉണ്ടാക്കും. ചാപ്റ്റർ 6 ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന വലിയ ആവേശമായിരിക്കും. ഇന്ന് ലോകം മുഴുവൻ കീഴടക്കുമെന്ന് തോന്നും. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ ആ എനർജി അങ്ങ് പോകും. രാവിലെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ട ആ മോട്ടിവേഷൻ ഇപ്പോൾ ഒരു ക്ഷീണമായി മാറുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉയരും: മോട്ടിവേഷൻ മാത്രമാണോ എല്ലാം? അല്ല. മോട്ടിവേഷൻ ഒരു ചെറിയ തീപ്പൊരി മാത്രമാണ്. പെട്ടെന്ന് കത്തുന്ന ഒരു തീ. പക്ഷേ കാറ്റ് ലഭിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് അണഞ്ഞു പോകുകയും ചെയ്യും. എന്നാൽ ഡിസിപ്ലിൻ എന്നത് ആ തീ കെടാതെ സൂക്ഷിക്കുന്ന ഇന്ധനമാണ്. മോശം ദിവസങ്ങളിലും അത് മുന്നോട്ട് കൊണ്ടുപോകും. താൽപ്പര്യമില്ലാത്തപ്പോഴും അത് നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിക്കും. നിങ്ങൾ തളർന്നു പോകുമ്പോഴും അത് നിങ്ങളെ കൈപിടിച്ച് നടത്തും. വിജയിക്കാൻ മോട്ടിവേഷൻ മാത്രം മതി എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ സത്യമെന്താണെന്നാൽ എല്ലാ ദിവസവും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ മോട്ടിവേഷണൽ വീഡിയോകൾ കണ്ടിട്ടല്ല, മറിച്ച് ഡിസിപ്ലിനിലൂടെയാണ് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിയത്. ചിന്തിച്ചു നോക്കൂ, ഒരു എഴുത്തുകാരൻ അവന് മൂഡ് വരുമ്പോൾ മാത്രം എഴുതിയാൽ അവന് എപ്പോഴെങ്കിലും പുസ്തകം പൂർത്തിയാക്കാൻ കഴിയുമോ? ഒരു അത്ലറ്റ് എനർജി ഉള്ളപ്പോൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ അവൻ എപ്പോഴെങ്കിലും വിജയിക്കാൻ കഴിയുമോ? റിസൾട്ട് നൽകുന്ന ഓരോ ജോലിയും ചെറിയ ചെറിയ വിരസമായ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എക്സൈറ്റഡ് ആയിരിക്കുക എന്നല്ല അർത്ഥം. മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തോട് കമ്മിറ്റഡ് ആയിരിക്കുക എന്നാണ് ഇതിനർത്ഥം. ഒരു ദിവസം ഒരു യുവാവ് വലിയ മോട്ടിവേഷനോടെ ജിമ്മിൽ പോയി. ഇന്ന് മുതൽ ജീവിതം മാറ്റുമെന്ന് കരുതി. ആദ്യ ദിവസം ഫുൾ എനർജി, 2ാം ദിവസം പേശിവേദന, 3ാം ദിവസം എക്സ്ക്യൂസുകൾ, 4ാം ദിവസം വീണ്ടും പഴയ ശീലങ്ങൾ. എന്തുകൊണ്ട്? കാരണം അവൻ ഡിസിപ്ലിനേക്കാൾ പ്രാധാന്യം മോട്ടിവേഷന് നൽകി. മോട്ടിവേഷൻ അവനെക്കൊണ്ട് തുടങ്ങിച്ചു, എന്നാൽ ഡിസിപ്ലിന്റെ കുറവ് അവനെ അവിടെ വെച്ച് നിർത്തി. ഡിസിപ്ലിൻ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കാം, ഗ്ലാമറസായി തോന്നില്ല. ഇൻസ്പിരേഷൻ നൽകുന്ന ആ ഒരു കിക്ക് അതിൽ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ സങ്കല്പങ്ങളിൽ പോലും എത്താത്ത സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ ഇതേ ഡിസിപ്ലിന് കഴിയും. ഡിസിപ്ലിൻ ഒരു മാജിക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റുന്നു. നിങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നത് കാണുമ്പോൾ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, തോൽവി സമ്മതിക്കാത്ത കരുത്തുറ്റ ഒരാളായി നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങും. രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കുക, ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ജോലി സമയത്ത് തന്നെ തീർക്കുക തുടങ്ങിയ ചെറിയ തീരുമാനങ്ങൾ. ഇതാണ് നിങ്ങളുടെ മഹത്വത്തിന്റെ അടിസ്ഥാനം. മോട്ടിവേഷൻ വരാം, പോവുകയും ചെയ്യാം. എന്നാൽ ഡിസിപ്ലിൻ എന്നത് ഏത് അവസ്ഥയിലും ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ഒരു പോരാളിയാണ്. ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെപ്പോലെ ഞാൻ എല്ലാ ദിവസവും പെരുമാറും. ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിൽക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യണം. നിങ്ങളുടെ റിസൾട്ട് കാണാത്തപ്പോഴും ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണുമ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഡിസിപ്ലിൻ മാത്രമാണ്. കാരണം സ്ഥിരത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ആ കൺസിസ്റ്റൻസിയുടെ മറ്റൊരു പേരാണ് ഡിസിപ്ലിൻ. ഇന്ന് മുതൽ വളരെ ലളിതമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ചെറിയൊരു ശീലം തുടങ്ങുക. എക്സ്ക്യൂസുകളില്ലാതെ ദിവസവും അത് ആവർത്തിക്കുക. കാരണം ഡിസിപ്ലിനുള്ള ഒരു മനുഷ്യൻ ഓരോ ദിവസവും കുറച്ചു വീതം വലുതാകുന്നു. ഒരു ദിവസം അവൻ എത്രത്തോളം വളരുമെന്നാൽ ലോകം പോലും അവന്റെ സ്ഥിരതയെ സല്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് അടുത്ത തവണ മോട്ടിവേഷൻ കുറയുമ്പോൾ, എനർജി ഇല്ലാത്ത പോലെ തോന്നുമ്പോൾ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കുക: ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെപ്പോലെയാണോ ഞാൻ ജീവിക്കുന്നത്? അതെ എന്നാണെങ്കിൽ കീപ് ഗോയിങ്, അല്ല എന്നാണെങ്കിൽ ഡിസിപ്ലിനുമായി കൂട്ടുകൂടുക. കാരണം മോട്ടിവേഷൻ ഉറങ്ങാൻ പോകുമ്പോൾ ഡിസിപ്ലിൻ മാത്രമാണ് നിങ്ങളെ ഉണർത്തി നിർത്തുന്നത്. ചാപ്റ്റർ 7 ലേൺ, അപ്ലൈ, റിപ്പീറ്റ്. മിക്ക ആളുകളും ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുസ്തകം വായിക്കും, മോട്ടിവേഷണൽ വീഡിയോ കാണും, വില കൂടിയ കോഴ്സുകൾ ചെയ്യും. എന്നിട്ട് വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങും. തലച്ചോറ് അറിവുകൾ കൊണ്ട് നിറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അതിന്റെ ഒരു മാറ്റവും കാണുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർ പഠിച്ചു, പക്ഷെ അത് അപ്ലൈ ചെയ്തില്ല. അത് പ്രവർത്തനത്തിലേക്ക് മാറ്റാത്ത കാലത്തോളം അറിവ് വെറും പാഴാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചേക്കാം, വിജയശ്രീലാളിതരായ ആളുകളുടെ പോഡ്കാസ്റ്റുകൾ കേട്ടേക്കാം. പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചില്ലെങ്കിൽ അത് വെറുമൊരു എന്റർടൈൻമെന്റ് മാത്രമായി ഒതുങ്ങും, ട്രാൻസ്ഫോർമേഷനായി മാറില്ല. ഒരു ചെറിയ കഥ ചിന്തിച്ചു നോക്കൂ. ഒരാൾ എല്ലാ ദിവസവും ജിമ്മിന് പുറത്തുനിന്ന് യൂട്യൂബിൽ വർക്കൗട്ട് വീഡിയോകൾ കാണുമായിരുന്നു. ഏത് എക്സസൈസാണ് ഏത് മസിലിന് നല്ലതെന്ന് അവനറിയാം, ഏത് ഡയറ്റാണ് ഏറ്റവും നല്ലതെന്നും അറിയാം, ഏത് ട്രെയിനറുടെ ടെക്നിക്കാണ് ഏറ്റവും എഫക്റ്റീവ് എന്നും അവനറിയാമായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും ജിമ്മിന്റെ ഉള്ളിൽ കയറിയില്ല. അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. കാരണം അവൻ അറിവുകൾ ശേഖരിച്ചു, പക്ഷേ അത് അപ്ലൈ ചെയ്തില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്.
നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നു, റീൽസ് കാണുന്നു, നോട്ട്സ് എടുക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ആ അറിവ് ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ മടിക്കുന്നു. ഇനിയും കുറച്ചുകൂടി പഠിക്കട്ടെ, കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആകട്ടെ, എന്നിട്ട് തുടങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സമയം ഒരിക്കലും വരില്ല. വളർച്ചയുടെ യഥാർത്ഥ ഫോർമുല ഇതാണ്: ലേൺ, അപ്ലൈ, റിപ്പീറ്റ്. ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ദിവസം തന്നെ ചെറിയ സ്റ്റെപ്പുകളായി അത് അപ്ലൈ ചെയ്യുക. അതൊരു ശീലമാകുന്നതുവരെ ആവർത്തിക്കുക. വിജയം വെറും ഇൻഫർമേഷനിൽ നിന്നല്ല വരുന്നത്, അത് ഇംപ്ലിമെന്റേഷനിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ടൈം മാനേജ്മെന്റിനെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പടി അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ ഷെഡ്യൂൾ ബ്ലോക്ക് ചെയ്തു നോക്കുക എന്നതാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ അന്ന് തന്നെ ഏതെങ്കിലും സുഹൃത്തുമായോ അപരിചിതനുമായോ കോൺഫിഡന്റായി സംസാരിച്ചു തുടങ്ങുക. നിങ്ങളൊരു ബിസിനസ് ഐഡിയ മനസ്സിലാക്കിയെങ്കിൽ ചുരുങ്ങിയത് അതിന്റെ ഒരു റഫ് പ്ലാനെങ്കിലും തയ്യാറാക്കുക. അറിവ് നിങ്ങളുടെ ഉള്ളിൽ അടച്ചുവെക്കരുത്, അത് പുറത്തെടുക്കുക. നിങ്ങൾ അതിനെ പ്രവർത്തനമായി മാറ്റുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ ജീവിതം മാറ്റുകയുള്ളൂ. ആദ്യ തവണ തന്നെ എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല. നിങ്ങൾ തെറ്റുകൾ വരുത്തിയേക്കാം. ചിലപ്പോൾ ആളുകൾ ചിരിച്ചേക്കാം. ചിലപ്പോൾ റിസൾട്ടും കിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതാണല്ലോ പ്രോസസ്സ്. പഠിക്കുക, പ്രയോഗിക്കുക, വീഴുക, വീണ്ടും പഠിക്കുക. ഓരോ തവണയും നിങ്ങൾ പുതിയ കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പക്വത നേടും, കുറച്ചുകൂടി റിയൽ ആകും. പഠിച്ച പാഠങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ പുതിയ കോൺഫിഡൻസ് നിറയ്ക്കും. വെറുതെ സംസാരിക്കുക മാത്രം ചെയ്യാതെ റിസൾട്ട് കാണിച്ചു തരുന്ന ആളുകളിൽ ഒരാളായി നിങ്ങൾ ഒരുനാൾ മാറും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യുമെന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യുക. അന്ന് തന്നെ, ആ നിമിഷം തന്നെ, അതേ മൈൻഡ് സെറ്റോടെ. ആ ചെറിയ കാൽവെപ്പ് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയാലും ഓർക്കുക, ആക്ഷൻ ക്രിയേറ്റ്സ് ക്ലാരിറ്റി. നിങ്ങൾ പ്രവർത്തിക്കുന്തോറും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അതിനാൽ ഇന്നത്തെ വാഗ്ദാനം ഇതാണ്: നമ്മൾ വെറുതെ വായിക്കില്ല, കേൾക്കില്ല, മനസ്സിലാക്കില്ല. നമ്മൾ പ്രവർത്തിക്കും. കാരണം പഠനം എന്നത് അറിവ് നേടുന്നതിൽ മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ്. ലേൺ, അപ്ലൈ, റിപ്പീറ്റ്. ഇതാണ് യഥാർത്ഥ സക്സസ് മന്ത്രം. കൺക്ലൂഷൻ: ജീവിതത്തിൽ മറ്റ് എല്ലാത്തിനും പിന്നിലായി നമ്മളെത്തന്നെ നമ്മൾ മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. നമ്മൾ പണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗാഡ്ജറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പുറമോടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ സ്വന്തം വളർച്ചയിലും സ്വന്തം ചിന്തകളിലും ശരീരത്തിലും മനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മറക്കുന്നു. ഇൻവെസ്റ്റ് ഇൻ യുവർസെൽഫ് എന്നത് വെറുമൊരു ഫാൻസി കൺസെപ്റ്റ് അല്ല, ഇതൊരു ആവശ്യകതയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശക്തനാക്കിയാൽ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ, ശരീരം ആക്റ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ സ്പിരിറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. സമയത്തിന്റെ വില എന്താണെന്നും, ഡിസിപ്ലിന്റെ ശക്തി എന്താണെന്നും, മൈൻഡ്സെറ്റ് എത്രത്തോളം പവർഫുൾ ആണെന്നും, ചുറ്റുപാടുകൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്നും ഓരോ അധ്യായവും നമ്മെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: മാറ്റം പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ് തുടങ്ങുന്നത്. അത് സംഭവിക്കുന്നത് നമ്മൾ നമ്മളെത്തന്നെ പ്രയോറിറ്റിയാക്കാൻ പഠിക്കുമ്പോഴാണ്. ദിവസവും കുറച്ചു വീതം മെച്ചപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, എക്സ്ക്യൂസുകൾ ഒഴിവാക്കി നമ്മൾ ആക്ഷൻസ് എടുത്തു തുടങ്ങുമ്പോൾ. തീരുമാനം ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? നിങ്ങളുടെ ചിന്തകളും ശരീരവും ശീലങ്ങളും ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുമോ? കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ ലോകവും അതേ ബഹുമാനം നിങ്ങൾക്ക് തിരികെ നൽകും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അതെ, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള സമയം ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്തുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ കമന്റിൽ എഴുതുക, ഐ ചൂസ് ടു ഇൻവെസ്റ്റ് ഇൻ മൈസെൽഫ്. അങ്ങനെ ഈ വാഗ്ദാനം നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, വാക്കുകളിലും നിറയട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വലിയ മാറ്റത്തിലേക്കുള്ള യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ വാല്യൂ അമൂല്യമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.